ഏവർക്കും പുതിയൊരു അധ്യായത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഈ അധ്യായത്തിൽ നമ്മൾ വിശകലനം ചെയ്യുന്നത് മകയിരം നക്ഷത്രത്തിൻ്റെ 2025 ആണ്ട് ജനുവരി ഫെബ്രുവരി മാസങ്ങളിലെ ഗുണദോഷ ഫലങ്ങളാണ്. ഞാൻ ആദ്യമായി ഒന്ന് പറഞ്ഞോട്ടെ, ഇത് മകയിരം നക്ഷത്രത്തിൽ പിറന്നവരുടെ പൊതുവായ ഫലമാണ് നമ്മളിവിടെ വിശകലനം ചെയ്യുന്നത്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും വ്യക്തിഗത ഫലം ലഭിക്കുന്നതിനായിട്ട് നിങ്ങളുടെ ജാതകം ഒരു ഉത്തമനായ ജ്യോതിഷിയെ കാണിച്ച് രാശി ചിന്തനം നടത്തി മുന്നോട്ട് പോകുന്നതാണ് എന്തുകൊണ്ടും നല്ലത്. പൊതുവായ ഫലത്തിലേക്ക് വരാം. ഈ മകയിരം നക്ഷത്രത്തിൽ പിറന്നവർക്ക് 2025 ആണ്ട് പൊതുവെ ഗുണകരമായിട്ടാണ് കാണുന്നത്. അതിലെടുത്തു പറയേണ്ടത് ഈ ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ ഈ നക്ഷത്രത്തിൽ പിറന്നവർക്ക് ഒരുവിധം കാലം അനുകൂലമാണ്. എന്നാൽ ക്രയവിക്രയങ്ങളിലേക്ക് നിങ്ങൾ വിജയപ്രതീക്ഷ നേടാൻ പറ്റുന്ന സമയമാണ്. അതുകൊണ്ട് കൊടുക്കൽ വാങ്ങൽ ബിസിനസ്സൊക്കെ ചെയ്യുന്നവർക്ക് ഗുണകരമായ സമയമാണ്. ഇതിലെടുത്തു പറയേണ്ട മാതാപിതാക്കളുടെ ഭാവം അത്ര നല്ലതല്ല. അവരുടെ ശത്രു സമ്പാദിക്കാനുള്ള സാധ്യത കൂടുതലായിട്ട് കാണുന്നുണ്ട്. അതുകൊണ്ട് ആവശ്യമില്ലാത്ത വാഗ്വാദങ്ങളിലൊക്കെ പോയി മാതാപിതാക്കളുടെ ശത്രുത സമ്പാദിക്കാതിരിക്കുക. ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മുളയിലേ നുള്ളുക എന്ന് പറയത്തില്ല, അതുപോലെ തന്നെ തുടക്കത്തിൽ തന്നെ പറഞ്ഞ് അവസാനിപ്പിച്ച് മുന്നോട്ട് പോകുന്നതായിരിക്കും എന്തുകൊണ്ട് നല്ലത്. ഈ കോടതി വ്യവഹാരങ്ങളിലോ തർക്ക വിഷയങ്ങളിലോ ഒക്കെ വിജയമുണ്ടാകുന്നൊരു സമയമാണ്. സഹോദരങ്ങളോട് വിധേയത്വവും സ്നേഹവും നിങ്ങൾ പ്രകടിപ്പിക്കുന്ന സമയമാണ്. പക്ഷെ തിരിച്ചൊന്നും ലഭിക്കുകയില്ല. നിങ്ങൾക്ക് അടുത്ത ബന്ധുക്കളൊക്കെ മാനസിക പ്രയാസമുണ്ടാക്കുന്ന തരത്തിൽ പെരുമാറുന്ന ഒരവസ്ഥ ഉണ്ടാകുന്നതാണ് ജനുവരി ഫെബ്രുവരി മാസത്തിൽ. അതിലത് ആരോടും പരാതി പറയാൻ പോകേണ്ട, കാരണം നിങ്ങളുടെ വിധിയാണ്, അത് നടന്നിരിക്കും. അപ്പോൾ നടക്കേണ്ടത് നടന്നങ്ങനെ പോട്ടെ. പരാതി പറയാൻ പോയാൽ പിന്നെ അതിന് പുതിയ വ്യാഖ്യാനങ്ങളൊക്കെ ഉണ്ടാകും. അതുകൊണ്ട് ചിലതൊക്കെ കണ്ടില്ല കേട്ടില്ല എന്ന് വെച്ച് പോകുന്നതായിരിക്കും യുക്തി. ഈ രാഷ്ട്രീയ രംഗം, അതായത് പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നവർക്കൊക്കെ ഗുണകരമായ സമയമാണ്. സൽപ്പേര് നിലനിർത്താൻ സാധിക്കുന്നൊരു സമയമാണ്. നിങ്ങളുടെ ജീവിതം ഒരു ടേണിംഗ് പോയിന്റിലാണ്, ഒരു വഴിത്തിരിവിലാണ്. നിങ്ങൾക്കൊരു അടുക്കും ചിട്ടയൊക്കെ ജീവിതത്തിൽ ഉണ്ടാകുന്നൊരു സമയമാണ്. കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അംഗീകാരം ലഭിക്കുകയൊക്കെ ചെയ്യുന്ന സമയമാണ്. സാമ്പത്തികമായിട്ടും ഗുണകരമായ സമയമാണ്. കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ചില നല്ല അവസരങ്ങളൊക്കെ നിങ്ങളെ കാത്തിരിക്കുന്നു. മനസ്സിന് ഇഷ്ടപ്പെട്ട അവസരങ്ങളൊക്കെ നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ്. അതുപോലെ തന്നെ സാമ്പത്തിക കാര്യങ്ങളിലൊക്കെ ബന്ധുക്കളുമായിട്ട് ചിലർ അഭിപ്രായ വ്യത്യാസമൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. നിങ്ങളുടെ അവിവേകം മൂലം ചില നഷ്ടങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. മറ്റുള്ളവരെ പഠിച്ചിട്ട് കാര്യമില്ല, നിങ്ങളുടെ എടുത്തുചാട്ടമോ അവിവേകമൊക്കെയാണ് അതിന് കാരണമായി മാറുന്നത്. അങ്ങനെ ചില അനിഷ്ട സംഭവമൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. സ്വന്തം പോരായ്മകൾ മറ്റുള്ളവരുടെ മേളിൽ പഴിചാരാൻ പോകാതിരിക്കുക. അതുകൂടി നിങ്ങൾ ഈ സമയങ്ങളിൽ ചിന്തിക്കേണ്ടതാണ്, അല്ലെങ്കിൽ ഓർത്തു വയ്ക്കേണ്ടതാണ്. സഹോദര സ്ഥാനീയരിൽ നിന്നും പ്രതീക്ഷിച്ച ഗുണങ്ങളൊന്നും നിങ്ങൾക്ക് ഈ മാസം പ്രതീക്ഷിക്കേണ്ടതില്ല. അവരുടെ ഭാഗത്തുനിന്നും പല കാര്യങ്ങളും നിങ്ങൾ പ്രതീക്ഷിച്ചിട്ടുണ്ടെങ്കിലും ചില അവസരങ്ങളിൽ അവരുടെ സഹായങ്ങൾ ഒരു സാധാരണ രീതിയിൽ തന്നെ ഒരു ഹോസ്പിറ്റൽ കേസ് ആയിക്കോട്ടെ ഒന്ന് വന്ന് അടുത്ത് ഇരിക്കുക, അല്ലെങ്കിൽ നമുക്ക് ഒരു സ്റ്റാൻഡ് ബൈറായിട്ടൊക്കെ സഹോദരങ്ങൾ മാറി നിൽക്കാറുണ്ടല്ലോ. വരത്തില്ല, നമ്മളോട് പരാതി പറഞ്ഞിട്ട് കാര്യമില്ല, അവരാരും വരാൻ പോകുന്നില്ല. അപ്പോൾ അതിനെക്കുറിച്ച് ഓർത്ത് സങ്കടപ്പെട്ടിട്ട് കാര്യമില്ല. ആഗ്രഹിച്ചിരുന്ന ചില കാര്യങ്ങൾ ഉദ്ദേശിച്ച സമയത്ത് നടക്കുകയില്ല, മനസ്സിലായില്ലേ? ഇപ്പോൾ ചില ലോണുകൾ കിട്ടുക, ചില വീടുമായിട്ട് ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ തുടങ്ങി വെക്കുക, അല്ലെങ്കിൽ ചില ബിസിനസ്സിലായിക്കോട്ടെ മറ്റു രീതിയിലായിക്കോട്ടെ ചില കാര്യങ്ങളൊക്കെ കുറച്ച് ഫണ്ടൊക്കെ ഉണ്ടാക്കിയിട്ട് തുടങ്ങി വെക്കുക, അല്ലെങ്കിൽ ചില സാധനങ്ങൾ വാങ്ങുക, അതുപോലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ നിങ്ങൾക്ക് ടാർഗറ്റ് ടൈം നിങ്ങൾ ഫിക്സ് ചെയ്തിട്ടുണ്ടാകാം, ഒരു പോയിൻ്റ് ഫിക്സ് ചെയ്തിട്ടുണ്ടാകാം. പക്ഷെ ആ സമയത്ത് ഇത് നടക്കണമെന്നില്ല. നടക്കും, പക്ഷെ കുറച്ച് കാലതാമസം നേരിടും. നിങ്ങളുടെ ഭാര്യ വീട്ടുകാരുടെ പെരുമാറ്റങ്ങളൊക്കെ മനോദുഃഖമുണ്ടാക്കും. ഈ മാസം ഫെബ്രുവരി മാസമൊക്കെ ആകുമ്പോൾ ഭാര്യ വീട്ടുകാരുമായിട്ട് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത. അവരുടെ ചില കാര്യങ്ങളൊക്കെ, അവർ ചില പെരുമാറ്റമൊക്കെ നിങ്ങൾക്ക് മനോദുഃഖം ഉണ്ടാക്കുന്നതാണ്. പക്ഷേ എന്നാലും ഭാര്യയുമായിട്ട് നല്ല ബന്ധത്തിലായിരിക്കും നിങ്ങൾ. വളരെ ഊഷ്മളകരമായൊരു ദാമ്പത്യ ജീവിതം നയിക്കുന്നൊരു സമയമാണ്. അതുകൊണ്ട് ദമ്പതി ഭാവം ഗുണകരമായിട്ട് തന്നെയാണ് കാണുന്നത്. നിങ്ങൾ മകയിരം നക്ഷത്രക്കാർ പൊതുവെ ദമ്പതികൾ രാത്രി കാലങ്ങളിൽ ഒരു
7 മണി 8 മണി ഒക്കെ സമയമാകുമ്പോൾ മേളിൽ വീടിന് ടെറസുള്ളവരാണെങ്കിൽ അല്ലെങ്കിൽ മുറ്റത്തിറങ്ങി നിന്നാലും ചന്ദ്രനെ രാത്രി കാണുന്നത്, ഒന്നിച്ച് നിന്ന് കാണുന്നത്, നിലാവ് കാണുന്നതൊക്കെ നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിന് ഊഷ്മളത വർദ്ധിക്കാൻ ഗുണകരമായിരിക്കും. ഇനി അതുപോലെ തന്നെ ലഭിക്കേണ്ട സഹായത്തിന് കാലതാമസം നിങ്ങൾക്കുണ്ടാകുന്നൊരു സമയമാണ്. നിങ്ങൾക്ക് ധനസഹായമൊക്കെ എവിടെ നിന്നൊക്കെ ലഭിക്കുന്നുണ്ടെങ്കിൽ അത് കാലതാമസം നേരിടുന്നൊരു സമയമുണ്ട്. ദീർഘവീക്ഷണമില്ലാതെ തുടങ്ങി വെച്ച കാര്യങ്ങളൊക്കെ ധനനഷ്ടത്തിന് ഇടയാക്കുന്നൊരു സമയമാണ്. അതുകൊണ്ട് എടുത്തു ചാടിയുള്ള വിനിമയം നടത്താതിരിക്കുക. ഏത് കാര്യത്തിലാണെങ്കിലും നന്നായിട്ട് ആലോചിച്ചിട്ട് മാത്രമേ പണം ഇൻവെസ്റ്റ് ചെയ്യാവൂ. പ്രത്യേകിച്ച് ഷെയർ മാർക്കറ്റിൽ ബിസിനസ് ചെയ്യുന്നവർ നല്ലൊരു ഏജൻറ്റിൻ്റെ അഡ്വൈസ് നോക്കിയിട്ട് മാത്രമേ ഇൻവെസ്റ്റ് ചെയ്യാവൂ. ബിസിനസ് ചെയ്യേണ്ടതെന്ന് പറയുന്നില്ല, പക്ഷേ നന്നായിട്ട് അഡ്വൈസ് സ്വീകരിക്കുക. നല്ല ക്വാളിറ്റിയുള്ള ഏജൻറ്റിൻ്റെ, ബ്രോക്കറുടെ നിർദ്ദേശങ്ങൾ സ്വീകരിച്ച് ബിസിനസ് ഈ മാസങ്ങളിൽ കൊണ്ടുപോകുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ ധനനഷ്ടത്തിന് ഇട കാണുന്നുണ്ട്. നിങ്ങളുടെ ഗുണഭാവങ്ങളുടെ മാറ്റം വർദ്ധിക്കാനും ദോഷഫലങ്ങളുടെ കാഠിന്യം കുറയ്ക്കാനുമായിട്ട് നിങ്ങൾ ചൊവ്വാഴ്ച ദിവസങ്ങളിലൊക്കെ സുബ്രഹ്മണ്യ പ്രീതി നേടുന്നത് ഗുണകരമാണ്. ചൊവ്വാഴ്ച ദിവസങ്ങളിൽ സുബ്രഹ്മണ്യ ക്ഷേത്രം ദർശിക്കുക, സ്കന്ദഷഷ്ഠി വ്രതം അനുഷ്ഠിക്കുക ഒക്കെ ചെയ്യുന്നത് ഗുണകരമാണ്. ഭഗവാൻ ഇഷ്ടപ്പെട്ട വഴിപാടുകളൊക്കെ ചെയ്യുക. സ്കന്ദപുരാണ പാരായണം ചെയ്യുക. ഒന്നുമില്ലെങ്കിൽ ഓം ഹരഹരോ ഹരഹര എന്നുള്ള മന്ത്രം 1000 തവണ ഉരുടുക. അതല്ലെങ്കിൽ 100 തവണ ഉരുടുക. നിങ്ങൾക്ക് ഇഷ്ടമായി ഉള്ള അത്രയും ഒരു പ്രാവശ്യമെങ്കിലും ഉരുടുക. അത് ഹൃദയം തുറന്ന് ഭഗവാനെ വിളിക്കുക. നിങ്ങളുടെ പ്രശ്നങ്ങൾക്കൊക്കെ ഭഗവാൻ പ്രശ്നപരിഹാരം കണ്ടെത്തിക്കോളും. ഞാൻ നേരത്തെ പറഞ്ഞു, അത് പിന്നീട് ഈ അവസാന കൺക്ലൂഷനിൽ വരുമ്പോൾ ആൾക്കാർ കേൾക്കാതെ സ്കിപ്പടിച്ചു പോകാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ദമ്പതി ഭാവത്തിൽ നിലാവ് കാണുക എന്ന് പറഞ്ഞത്. ശരിക്കും ചന്ദ്രൻ, അതായത് ദമ്പതി ഭാവങ്ങളിൽ വളരെ ഊഷ്മളകരമായ ദാമ്പത്യ ജീവിതത്തിന് ചന്ദ്രൻ്റെ അനുഗ്രഹം ആവശ്യമാണ്. അതുകൊണ്ടാണ് വൈകുന്നേരങ്ങളിൽ 8 മണി 7 മണി ടൈമോ 9 മണിയോ 10 മണിയോ എപ്പോഴാണോ പറ്റുന്നത് അപ്പോൾ രണ്ടുപേരും ഒന്നിച്ചിരുന്ന് നിലാവ് നോക്കി പ്രാർത്ഥിക്കുക. ഓം ചന്ദ്രദേവോ അല്ലെങ്കിൽ ചന്ദ്രമസേ നമ എന്ന മന്ത്രവും ഉരുവിടുന്നത് ഗുണകരമായിരിക്കും. നിങ്ങളുടെ മാനസിക സംഘർഷങ്ങൾക്കൊക്കെ ഒരു പരിധിവരെ കുറയ്ക്കാനായിട്ട് ഇത് സാധിക്കും. അപ്പോൾ എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹത്താൽ നല്ലൊരു മാസമുണ്ടാകട്ടെ, നല്ലൊരു ജീവിതം ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ഒപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക.